10 മാർക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരൊറ്റ സബ്ജക്റ്റിൽ നിന്നും കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ വരുന്നത്. സോ ഈ ഒരു മേഖല അത്യാവശ്യം നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇനി മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രിലിംസിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ കടലുപോലെയുള്ളതാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സിലബസ്. ബിക്കോസ് അതിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം, അത് തന്നെ വലിയൊരു ടോപ്പിക്കാണ്. അതിനുശേഷം വേൾഡ് ഹിസ്റ്ററി വരുന്നു, മിഡീവിയൽ ഇന്ത്യയും നമ്മുടെ സിലബസിലുണ്ട്. കേസിലേക്ക് വരുമ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യ സഹിതം വരുന്നുണ്ട്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ കടൽ പോലെയുള്ള സിലബസ് എവിടെ തുടങ്ങി എവിടെ പഠിച്ച് തീർക്കണം എന്നാണ് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ വരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിച്ചാൽ 10ൽ 10 മാർക്കും കിട്ടുമോ ഹിസ്റ്ററിക്ക്? ഇല്ല. പക്ഷേ നിങ്ങളെ സേഫ് ആക്കാനുള്ള മാർക്ക് അവിടുന്ന് കിട്ടും. കാരണം ഇനി നമുക്ക് അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സിലബസ് തുടക്കം മുതൽ ഒടുക്കം വരെ പഠിച്ച് തീർക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ല. നേരത്തെ പഠനം തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഒബ്വിയസ്ലി അങ്ങനെ തന്നെ പഠിച്ചു പോവാം. പക്ഷെ ഇപ്പോൾ പഠനം തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കേസിന് വേണ്ടി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ, ഞാൻ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് വെച്ച് തന്നെ പഠിക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ഫുൾ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇടുന്നുണ്ട്. ഹിസ്റ്ററിയുടെ മാത്രമല്ല മറ്റ് സബ്ജക്റ്റുകളുടെയും ഹോട്ട് ടോപ്പിക്സ് ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളുടെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഹോട്ട് ടോപ്പിക്സ് എടുത്തു വെച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ നിന്ന് തന്നെ പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സാണ് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് ബാച്ചുകളുണ്ട്. KS ബാച്ച്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച്, സബ് ഇൻസ്പെക്ടർ ബാച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം ഒരു അഫോർഡബിൾ ഫീസിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ മറക്കണ്ട. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഭാരത് മാതാ കി ജയ്. നമുക്ക് ആദ്യമേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഏൻഷ്യന്റ് ഇന്ത്യ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് KSന്റെ വീഡിയോയിൽ ഞാൻ അത് കവർ ചെയ്യുന്നതാണ്. ഇന്ന് ഏൻഷ്യന്റ് ഇന്ത്യ ഒഴിച്ചുള്ള ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ സിലബസ് ജസ്റ്റ് ഒന്ന് കാണാം. കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണിത്. KSനും ബഹുഭൂരിപക്ഷം സിംഹഭാഗം ചോദ്യങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, PSC തരുന്ന സിലബസ് പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാനാണ്. ഉദാഹരണത്തിന് വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് നോക്കിയേ. ഇവിടെ ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി പറയുന്നില്ല, സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയും പറയുന്നില്ല. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിലബസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം PSCയുടെ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ബേസ്ഡ് ആയിട്ട് പുതിയ കുറച്ച് ടോപ്പിക്സും കൂടെ ഉണ്ട്. അതുകൂടെ ചേർത്ത് അങ്ങ് പഠിക്കണം. സിലബസ് മാത്രമേ പഠിക്കൂ എന്നുള്ള വാശിയിൽ ഇരിക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ ബാച്ചസിൽ ഹിസ്റ്ററിയുടെ ബഹുഭൂരിപക്ഷം ഭാഗം എടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഒക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞാൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ സിലബസിന് പുറത്തുള്ള ടോപ്പിക്സും പഠിപ്പിക്കാറുണ്ട്. ബിക്കോസ് നമ്മുടെ ലക്ഷ്യം പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ്, സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം സ്മാർട്ടായിട്ട് നിങ്ങൾ അവിടെ അപ്രോച്ച് ചെയ്യുക. നേരെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാൻ പറഞ്ഞു, സ്പെക്ട്രം എന്ന് പറയുന്ന പുസ്തകം ഉണ്ട്. രാജീവ് അഹിർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ സ്പെക്ട്രം, അല്ലെങ്കിൽ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന അദ്ദേഹം കമ്പൈൽ ചെയ്ത ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. ഇതിൽ രണ്ടിൽ നിന്നുമാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഈ രണ്ട് ടെക്സ്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ NCERT വായിക്കേണ്ട, SCERT വായിക്കേണ്ട, ഗൈഡ് വായിക്കേണ്ട, റാങ്ക് ഫയൽ വായിക്കേണ്ട, ഒന്നും വായിക്കേണ്ട. ഇതെല്ലാം ഇതിൽ കവേർഡ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ബുക്ക് വായിച്ച് തീർക്കാനുള്ള സമയമോ സാവകാശം നമുക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാം. നമുക്ക് ഒന്നാമത്തെ ഹോട്ട് ടോപ്പിക് 1857 റിവോൾട്ടാണ്. ഇന്ത്യൻ ചരിത്രം ആരംഭിക്കുന്നത് 1700s മുതലാണ്. അതായത് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ചരിത്രം മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം മുതലാണ് ആരംഭിക്കുന്നത്. ലേറ്റർ മുഗൾസ് എന്ന് പറയും. മുഗൾ രാജാവ് ഔറംഗസീബിന് ശേഷം വന്ന മുഗൾ രാജാക്കന്മാർ, ജഹീന്ദർ ഷാ, ബഹദൂർ ഷാ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ബഹദൂർ ഷാ സഫറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെ മുതലേ ഉള്ള ചരിത്രം പഠിച്ചാൽ അവിടെ നമുക്ക് ചോദ്യങ്ങൾ അധികം വരാനില്ല. അതുകൊണ്ട് 1857 ശേഷമുള്ള ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത്. ഇതിന് മുമ്പുള്ള ഏരിയ പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസിൽ ഇതൊക്കെ സമഗ്രമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോട്ട് ടോപ്പിക്സ് പറയുന്നത്. നിങ്ങൾ 1857 ശേഷമുള്ള ചരിത്രം പ്രയോറിറ്റി എടുത്ത് പഠിക്കുക.
അത് പഠിച്ചതിന് ശേഷം മാത്രം അതിന് മുമ്പുള്ള ചരിത്രം പഠിക്കുക. ഓക്കെ. 1857 റിവോൾട്ട് നമുക്കറിയാം. ശിപ്പായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാര് പുച്ഛത്തോടുകൂടി വിളിച്ച ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 റിവോൾട്ട്. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാറുണ്ട്. അതിനുശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാർ, PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേഖലയാണിത്. കുറെ കൺഫ്യൂസിങ് ഫാക്ട് ഉണ്ടല്ലേ. ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? പറയേ. വില്യം ബെന്റിക് ആണോ വാറൻ ഹേസ്റ്റിങ്സ് ആണോ? തിരിഞ്ഞു പോകും. വില്യം ബെന്റിക് ആണ്. ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്, നമുക്കറിയാം. അല്ലെങ്കിൽ ഫോർട്ട് വില്യം, അതിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? അതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം വരുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? അത് ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. അപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലോ? അത് ചക്രവർത്തി രാജഗോപാലാചാര്യാണ്. അപ്പോ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? അതും C രാജഗോപാലാചാര്യാണ്. അപ്പോൾ ആ ഒരു ഒറ്റ ടോപ്പിക്കിൽ നിന്ന് തന്നെ എങ്ങനെയെല്ലാം നമ്മളെ കുഴപ്പിക്കാനുള്ള ചോദ്യങ്ങൾ കിട്ടുമെന്ന് മനസ്സിലായോ? അപ്പോൾ ഗവർണർ ജനറൽസ് എന്ന് പറയുന്ന ടോപ്പിക് നന്നായിട്ട് പഠിക്കാം. ഡൽഹൌസി ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗവർണർ ജനറൽ. നമുക്ക് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നത് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നാണ്, അല്ലെ? പിന്നീട് ആദ്യത്തെ വൈസ്രോയി ആണ് ലോർഡ് കാനൻ. അപ്പൊ ഗവർണർ ജനറൽസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വൈസ്രോയിമാരുടെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ മുൻകാല വർഷ ചോദ്യങ്ങളെങ്കിലും പഠിച്ചിട്ട് പോവുക. ഒരു 50-60 ഫാക്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കവേർഡ് ആവും. അപ്പോൾ ഗവർണർ ജനറൽസ് കൃത്യമായി പഠിക്കാം. അപ്പൊ അതിനുശേഷമാണ് ഗാന്ധിയൻ യുഗം, അല്ലെ? പ്രധാനമായും 1915 മുതൽ 1948 വരെയുള്ള ഗാന്ധിജിയുടെ ചരിത്രം, അതായത് ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ചരിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു മുമ്പ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ സാഹസങ്ങളും അഡ്വഞ്ചേഴ്സും നിങ്ങൾ നോക്കിയിട്ട് പോവാം. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ സ്പെക്ട്രത്തിലൊക്കെ സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് പെസന്റ് മൂവ്മെന്റ് എന്ന് പറയും, അല്ലെ? ഇന്ത്യയിലെ കർഷകരടങ്ങുന്ന പെസൻട്രി ക്ലാസ്, ദ ഡൗൺ ട്രോഡൻ ക്ലാസ്, അവർ ബ്രിട്ടീഷുകാർക്കെതിരായും ഇന്ത്യൻ ജന്മിമാർക്കെതിരായും നടത്തിയ പോരാട്ടങ്ങൾ. തേഭാഗ മൂവ്മെന്റ് ഉണ്ട്, നമുക്കറിയാം. ഗാന്ധിജി തന്നെ ചമ്പാരൻ സത്യാഗ്രഹ, ഖേദ സത്യാഗ്രഹയുടെ ചരിത്രം നമുക്കറിയാം. കേരളത്തിൽ തന്നെ പെസന്റ് മൂവ്മെന്റിന്റെ ചരിത്രം വളരെ ശക്തമാണ്. ഇൻഡിഗോ റിവോൾട്ട് ആണ് ഏറ്റവും അധികം നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പെസന്റ് മൂവ്മെന്റ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പെസന്റ് മൂവ്മെന്റ് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെ? അപ്പൊ അതിനുശേഷം നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് ഒന്ന് നോക്കണം. ചിപ്കോ മൂവ്മെന്റ്, അല്ലെ? ആരാണ് ചിപ്കോ മൂവ്മെന്റിന്റെ സ്ഥാപക? ഇതൊക്കെ നോക്കി വെക്കുക. മുഗൾസിനെ പഠിക്കട്ടെ. മുഗൾസ്, സുൽത്താൻസ് കൊണ്ട് മുഗൾസ് കൊണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുൽത്താൻസിന് ശേഷമാണ് മുഗൾസ് വരുന്നത്. മുഗൾ രാജവംശം സ്ഥാപിച്ചത് ബാബറാണ്. ഇപ്പൊ എന്താണ് അവർ തമ്മിലുള്ള കൾച്ചറൽ ഡിഫറൻസ്? നമുക്കറിയാം. ഇപ്പം മുഗൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു ഫീൽ ഇല്ല. പക്ഷെ സുൽത്താൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ഫീൽ ഇല്ല. ഇപ്പം പക്ഷെ അക്ബർ, മുഗൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു അഭിമാനമാണ്. നമുക്കറിയാം 1857 റിവോൾട്ടില് ബ്രാഹ്മിൻസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച റിവോൾട്ടില് അവർ രാജാവായി പ്രഖ്യാപിച്ചത് ഒരു മുഗൾ രാജാവിനെയാണ്. അപ്പൊ അത്രത്തോളം റെസ്പെക്ട് ആണ് നമുക്ക് മുഗൾ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയുടെ അടുത്ത്. പക്ഷെ സുൽത്താൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര ഡീപ്പ് റെസ്പെക്ട് അവിടെ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ്? അതിന്റെ കൾച്ചറൽ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഡയമെൻഷൻസ് എന്താണ്, അത് നോക്കാം. അപ്പൊ അതിനുശേഷം ബംഗാൾ പാർട്ടീഷൻ, കർസൻ പ്രഭു, ബംഗാൾ പാർട്ടീഷൻ, ടാഗോർ, അവരൊക്കെ വരുന്ന ഒരു ഏരിയയിലാണ്. ജസ്റ്റ് നോക്കി വെക്കുക. അതിനുശേഷം ഡൽഹി സുൽത്താൻസിന്റെ ലാൻഡ് റവന്യൂ സിസ്റ്റം ഒന്ന് പഠിക്കണം. ഇപ്പം നമുക്കറിയാം ഇക്ത എന്താണ്, അല്ലെ? അല്ലെങ്കിൽ പർഗാന എന്താണ്, മുക്തിദാർ ആരാണ്, അമിൽ ആരാണ്? അപ്പൊ അവരുടെ ഒരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ നിങ്ങൾ നോക്കി വെക്കുക. ഇങ്ങനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാവാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചറിന്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ട് തന്നെയാണ് സുൽത്താൻസിന്റെ റവന്യൂ സ്ട്രക്ചർ എന്ന് പഠിച്ചിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് അവർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു റവന്യൂ സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ 5 ഇയർ പ്ലാൻസിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ എക്കണോമിക് ഫിലോസഫികൾ നോക്കി വെക്കുക. പ്രധാനപ്പെട്ട യുദ്ധങ്ങളും ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസും ഒക്കെ പഠിക്കണം. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇത് കേരള ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റി ചിട്ടയായും പഠിച്ചു തന്നെ പോകണം. ഇതൊക്കെ സ്പെക്ട്രം എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട. പിന്നെ അതിൽ ദ സർവേ ഓഫ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. വെരി ബ്യൂട്ടിഫുള്ളി റിട്ടൺ. രാജാറാം മോഹൻ റോയെ പറ്റിയും വിവേകാനന്ദനെ പറ്റിയും സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റിയും ബെഞ്ചമിൻ മലബാറിയെ പറ്റിയൊക്കെ വളരെ ഡീപ്പായി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി? ബ്രിട്ടീഷുകാരെല്ലാം മോശക്കാരല്ലായിരുന്നു.
നല്ല മനസ്സുള്ള ഒരു ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് എഡ്ബർട്ട്, അല്ലെ? പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇന്റർനാഷണൽ കോൺഗ്രസ്, ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ സമഗ്രമായി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1947 പോലുള്ള ബൃഹത്തായ ചരിത്രം നമ്മൾ ക്ലാസ്സസ് മാത്രം കണ്ടാൽ മതി. കാരണം LSTS പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ആ നിലവാരത്തിൽ നമ്മൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുക. ഫ്രീ റിസോഴ്സസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിനോടൊപ്പം ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച, ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം. നമുക്കറിയാം, പണ്ട് ബ്രിട്ടീഷ് ഭക്തരായിരുന്നു നമ്മൾ. ബ്രിട്ടീഷുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ വലിയ നമുക്ക് ഇങ്ങനെ ആരാധനയായിരുന്നു ബ്രിട്ടീഷുകാരുടെ. പിന്നെ പിന്നെ നമുക്ക് വിദ്യാഭ്യാസം കിട്ടി, നമുക്ക് വിവരം വെച്ച് തുടങ്ങി, നമ്മൾ ബ്രിട്ടീഷുകാരെ വെറുത്തു തുടങ്ങി. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന വികാരം അതിന്റെ പ്രോട്ടോടൈപ്പിൽ നിന്നും ഒരു ഫൈനൽ കോമ്പാക്ട് ഫോമിലേക്ക് മാറുന്ന ആ ഒരു ചരിത്രം നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ ഇന്ത്യൻ ദേശീയതയുടെ ആ ഒരു വളർച്ച എന്താണെന്ന് പഠിക്കുക. അവിടെയാണ് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസം ഒക്കെ വരുന്നത്. ബാലഗംഗാധര തിലകും ഗോഖലെയും തമ്മിലുള്ള ക്ലാഷിന്റെ പ്രധാനപ്പെട്ട റീസൺസും ഇവിടെയാണുള്ളത്. രാമകൃഷ്ണ മിഷൻ പഠിക്കണം. പിന്നെ PSC ചോദിച്ച് മടുത്തൊരു ചോദ്യമാണ് ഡ്രെയിൻ തിയറി. പക്ഷെ അത് ഇനിയും വരും, ഇനിയും ചോദിക്കുക. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം. അപ്പൊ പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി, അല്ലെ, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയെ പറ്റി പഠിക്കുക. അതിനുശേഷം നടന്ന കാർഗിൽ യുദ്ധത്തെ പറ്റി പഠിക്കുക. ഇതൊക്കെ പഠിച്ചു തീർത്തിട്ട് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യ സമരത്തിന് അനുബന്ധമായി മറ്റൊരു ഓഫ് ഷൂട്ടായിട്ട് വളർന്നു വന്ന റെവല്യൂഷണറി മൂവ്മെന്റ്സ്, വിപ്ലവ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കുക. ഇത് പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ കവേർഡായി പൊക്കോളും. അതായത് ബുക്സ് ആൻഡ് ഓതേഴ്സ്, പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അത് എഴുതിയ ആൾക്കാർ. ഉദാഹരണത്തിന് യങ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഗാന്ധിജിയുടെയാണ്, നമുക്കറിയാം. പക്ഷെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആത്മകഥാംശമുള്ള ബുക്കുണ്ട്, അതാരുടെയാ? അത് ലാലാ ലജ്പത് റോയുടെയാണ്. അപ്പൊ അത്തരം കൺഫ്യൂസിങ് ഫാക്ടുകൾ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പ്രധാനമായും നോക്കേണ്ട ഏരിയാസ് ഇത് തന്നെയാണ്. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വന്നാലോ? വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് വളരെ ചെറുതാണ്, പക്ഷെ ചോദ്യങ്ങൾ അടിപൊളിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സിലബസ് ആണ്. നമ്മുടെ ബാച്ചസിനാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ഞാനാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാം മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ്, എല്ലാ വിപ്ലവങ്ങളുടെയും മാതാവ് എന്ന് അറിയപ്പെടുന്ന ആരാ? അത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. പക്ഷേ ഫ്രഞ്ച് റെവല്യൂഷൻ സംഭവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടനിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നിരുന്നു. അതിനുശേഷം അമേരിക്കൻ റെവല്യൂഷൻ നടന്നു. പിന്നെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷനെ മാതാവ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദിസ് വാസ് ദ ഫസ്റ്റ് ട്രൂ റെവല്യൂഷൻ, ആദ്യത്തെ സമഗ്രമായ വിപ്ലവം എന്ന് അറിയപ്പെടുന്ന ഇതാണ്, അല്ലെ? ഇപ്പൊ വൈലോപ്പള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയുണ്ട്, അതിൽ പറയുന്നത് സമഗ്രമായ വിപ്ലവം, അല്ലെ, ജനങ്ങൾ നയിക്കുന്ന സമഗ്രമായ വിപ്ലവമാണ് അതിന്റെ എത്തി. ഇവിടെ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാനുള്ളത് സമഗ്രമായ വിപ്ലവം. കാര്യം ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കൻ റെവല്യൂഷനിലൊന്നും ഒരു സമഗ്രമായ ഡീപ്പ് റൂട്ടഡ് സൊസൈറ്റൽ ചേഞ്ച്, ഒരു അടിമുടി സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മാറി മറയുന്ന പ്രതിഭാസമൊന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷെ ഫ്രാൻസിൽ അങ്ങനെ അല്ലായിരുന്നു. ഫ്രാൻസ് മാറി, അടിമുടി മാറി. അതുകൊണ്ടാണ് തന്നെ നമ്മൾ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് വിളിക്കുക. ഈ ഫ്രഞ്ച് റെവല്യൂഷനാണ് റഷ്യൻ റെവല്യൂഷന് ഇൻഫ്ലുവൻസ് നൽകിയത്. വാർസാ പാക്ട്, വേൾഡ് വാറുകൾ പഠിക്കുമ്പോൾ വാർസാ പാക്ടിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കും. എബ്രഹാം അക്കോർഡ് ഇപ്പോഴും ന്യൂസിൽ കത്തി നിൽക്കുകയാണ്. എബ്രഹാം അക്കോർഡ് എന്താണ്? എബ്രഹാം അക്കോർഡ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. അതാണ് ഞാൻ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയുടെ സിലബസിന് താഴെയും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവന്റ് ടോപ്പിക്സ്, ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഇതിൽ പല കാര്യങ്ങളും ഇപ്പോഴും ന്യൂസിൽ കത്തി നിൽക്കുകയാണ്. ഇപ്പൊ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും EV രാമസ്വാമി നായ്ക്കർ, അദ്ദേഹത്തിന്റെ സ്മാരകം അടുത്ത കാലത്ത് കേരളത്തിൽ പണിയോ തമിഴ്നാട് മന്ത്രിമാർ വന്നത് ഉദ്ഘാടനമൊക്കെ ചെയ്തല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ EV രാമസ്വാമി നായ്ക്കർ പെരിയോരെ പറ്റി ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. പത്രങ്ങളൊക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവിടെ നിന്നൊരു ചോദ്യം നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള നോക്കി പോവാം. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസും വേൾഡ് വാർ 1 ആൻഡ് വേൾഡ് വാർ 2 രണ്ട് ലോക മഹായുദ്ധങ്ങളും പഠിക്കണം. നമുക്ക് അവിടുന്ന് ചെറുപറാന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സിലബസിൽ പറഞ്ഞിട്ടില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ വരും. യു ഷുഡ് ഗോ ത്രൂ ദ വേൾഡ് വാർസ്. ഇവിടെ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും നടുക്കുള്ളൊരു പീരീഡ്, ഇന്റർ വാർ പീരീഡ്, രണ്ട് യുദ്ധങ്ങൾക്ക് നടുക്കുള്ള പീരീഡ്. ഇവിടെ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരും.
ചൈനീസ് വിപ്ലവമാണ് PSCയുടെ ലേറ്റസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ. ചൈനീസ് വിപ്ലവത്തിൽ നിന്ന് പണ്ട് അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡീപ്പായിട്ട് വരില്ലായിരുന്നു. ഇപ്പം നല്ല നിലവാരത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. യെസ്, അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ പഠിക്കാം. കേരള ഹിസ്റ്ററിയുടെ റിലവന്റ് ടോപ്പിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ട്രാവൻകൂർ കിങ്ഡം അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാജവംശത്തെ പറ്റി പഠിക്കുമ്പോൾ കുറേ പഠിക്കാനുണ്ട്. അത് സിലബസ് അനുസരിച്ച് മര്യാദയ്ക്ക് പഠിക്കാം. പക്ഷെ സമയം ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഈ 4 പേരെ പറ്റി എങ്കിലും പഠിച്ചിട്ട് പോവുക. അപ്പൊ ഓപ്ഷൻസ് ഇന്ന് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനെങ്കിലും പറ്റും നിങ്ങൾക്ക്. ഇതുപോലെ PSC റിലീസ് ചെയ്തിട്ടുള്ള ചോദ്യപേപ്പറുകൾ ഡിഗ്രി ലെവൽ എല്ലാം വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഈ ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ, നമുക്കത് മതി. പക്ഷെ മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ഉടായ്പ കാണിക്കാൻ നിൽക്കരുത്. ബിക്കോസ് അവിടെ നമുക്ക് ഓരോ മാർക്കിനും വേണ്ടി യുദ്ധമാണ് നടത്തുന്നത്. പ്രിലിംസ് ജസ്റ്റ് ഒന്ന് പാസ് ആവുക, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പക്ഷെ മെയിൻസ് പരീക്ഷയിൽ മാക്സിമം മാർക്ക് റൂത്ത്ലെസ് ആയി തന്നെ പഠിക്കുക, അങ്ങേ അറ്റം ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ടായി മാർക്കോടെ വാങ്ങിച്ചെടുക്കുക. ഓക്കെ, മെയിൻസിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഞാൻ ഇതൊക്കെ പ്രിലിംസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. മെയിൻസിന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ ഉപയോഗിക്കണം. സോ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാമൂഹിക നവോത്ഥാനം അല്ലെങ്കിൽ കേരള റിനൈസ, സോഷ്യോ റിഫോം മൂവ്മെന്റ്സ്, ശ്രീനാരായണ ഗുരുവാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ഏരിയ. കേരളത്തിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭങ്ങളെ പറ്റി പഠിക്കുക, EMSന്റെ ചരിത്രം പഠിക്കുക, ഐക്യ കേരള പ്രസ്ഥാനം, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്സിനെ പറ്റി പഠിക്കണം. അതിനോടൊപ്പം PSCയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആയി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് കേരള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ ഇവന്റ്സ്. ഇവിടെ ബാലസമുദായ പരിഷ്കരണി സഭ നമുക്ക് പല പ്രാവശ്യം ക്വസ്റ്റ്യൻസിലായി വന്നിട്ടുണ്ട്. നവോത്ഥാന നായകന്മാരെ പറ്റി ചോദിക്കും. TK മാധവൻ, പിന്നെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾ, പോർച്ചുഗീസ് ഡച്ച് ചരിത്രങ്ങൾ, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് കേരളത്തിനെ കീഴടക്കിയത്, അതുപോലെ ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്, അതൊക്കെ പല പ്രാവശ്യം വന്നിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവും കേളപ്പനും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിരിക്കും. ആ രീതിയിലാണ് ഇതിലുള്ള PSC ചരിത്രം അങ്ങനെയാണ്. അതുപോലെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റും പഠിച്ചിരിക്കണം. കേരള ഹിസ്റ്ററി നമുക്ക് പ്രധാനമായിട്ടും ഇത്രയും ഏരിയാസ് ആണ് വരാനുള്ളത്. നമുക്കറിയാം ഹിസ്റ്ററി കടൽ പോലെ കിടക്കാണ്, ഇതിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരും. പക്ഷേ നിങ്ങൾ തീരെ സമയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് വെച്ച് തന്നെ പഠിക്കുക. അതല്ല നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റേ സബ്ജക്ട് ഹിസ്റ്ററി നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെങ്കിൽ അഡീഷണൽ ഏരിയ സിലബസ് വെച്ച് പൂർണ്ണമായും തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ ഒരു അഫോർഡബിൾ കോഴ്സിന്റെ ഭാഗമായി പഠിക്കണമെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഡിഫറെന്റ് ബാച്ചസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, KS അടക്കമുള്ള ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രിലിംസ് ഒൺലി ബാച്ചിന് 1000 രൂപ മാത്രമാണുള്ളത്. ടെസ്റ്റ് സീരീസ് ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും, ഇൻക്ലൂഡിംഗ് ഡെമോ ക്ലാസ്. എന്തായാലും നമുക്ക് തീരെ സമയം ഇല്ല, പഠിച്ചു തുടങ്ങുക, ഉഴപ്പരുത്, നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനി മറ്റേത് സബ്ജക്റ്റിന്റെയാണ് നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് വേണ്ടത്, ഹോട്ട് ടോപ്പിക്സ് ബേസ്ഡ് വീഡിയോ ക്ലാസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു, ബൈ.